ചുരക കറി തിളച്ചുകൊണ്ടിരിക്കുക. ചുരകാണ്, വലിയ ചുരക. സ്പെഷ്യൽ ടേസ്റ്റാണ്. ഇതിൽ തക്കാളി, ജീരകം, ചെറിയ ഉള്ളി, വെളുത്തുള്ളി ഇതെല്ലാം ഇതിൽ ചേർത്തിട്ടുണ്ട്. പച്ചമുളക് അങ്ങനത്തെ സ്പെഷ്യൽ രസമാണ് ഞാൻ വയ്ക്കുന്നത്. ഇതിനകത്ത് നല്ലതായിട്ട് വഴറ്റിയെടുക്കണം. ചുരക് തിളയ്ക്കുന്നുണ്ട്. ചുരക് കറി ചുരക് കറി തിളച്ചിട്ടുണ്ട്. സ്പെഷ്യൽ രസമാണ്. അതിൽ കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർക്കണം. കുരുമുളക് പൊടി കൂടുതൽ ചേർക്കണം. ഇതിൽ ടേസ്റ്റായിരിക്കും. ഇനി ഇതുണ്ടോ, കസ്തൂരി മേത്തി ഇടണം. കസ്തൂരി മേത്തി ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. എല്ലാത്തിനും കറികൾക്ക് കസ്തൂരി മേത്തി പൊടിച്ചിട്ടുണ്ട്. രസത്തിന് നല്ലതാണ്. രസം വഴഞ്ഞു വരുന്നുണ്ട്. കസ്തൂരി മേത്തി ഇട്ട് കഴിഞ്ഞാൽ കറികളെല്ലാം നല്ല രസമായിരിക്കും, ടേസ്റ്റാണ്. ഉരുള ഇടുന്നതിനേക്കാളും കസ്തൂരി മേത്തി ഇട്ടാൽ ടേസ്റ്റാണ്. ഇച്ചിരി മല്ലിപ്പൊടി ഇടാം. രസത്തിനാണ് ഇച്ചിരി മല്ലിപ്പൊടി ഇടുന്നത്. സാധാരണ കാശ്മീരി മുളക് പൊടി ഇടുന്നുണ്ട്. കുരുമുളക് ആയതുകൊണ്ടാണ് കാശ്മീരി കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ടേസ്റ്റ് പുളിയും കൂടെ പിഴിഞ്ഞ് ഒഴിക്കുക. അഡീഷണൽ പുളി. രസം അവിടെ തിളക്കട്ടെ. മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്തിട്ടുണ്ട്, ജീരകം എല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി ഇച്ചിരി കായം ലാസ്റ്റിലാണ് നല്ല മണം. കായം അധികമാകേണ്ട കായം. അപ്പോൾ ടേസ്റ്റ് വേറെ ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇച്ചിരി പുളി കൂടെ പിഴിഞ്ഞൊഴിക്കണം. അഡീഷണൽ പുളി കൂടെ അത് ചേർക്കണം. കുറച്ച് സമയം തിളക്കണം. രസം തിളയ്ക്കാറായി. ഞാൻ മാറാം. അരിശന് പുളി കൂടെ ഒഴിക്കണം. തക്കാളി അരിച്ച് ചേർത്തിട്ടുണ്ടെങ്കിലും പുളി കുറച്ച് ഒഴിക്കണം. നമ്മളെ പിഴിപുളി മല്ലിയില ഇടണം. നല്ല രസമാണ്. അത് രസം തന്നെ വലിയ നല്ല രസമായിരിക്കും. ഒത്തിരി ജോലികളുണ്ടായിരുന്നു. ക്ലീനിങ്ങും പരിപാടിയെല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആകെ ക്ഷീണിതയായിരിക്കുകയാണ്. ഇത് വെയിലുണ്ട്. തുണിയൊക്കെ അലക്കാനിട്ടു.
രസം, അടിപൊളി രസമാണ്. തിളക്കട്ടെ. തിളയ്ക്കുമ്പോൾ അത് നല്ല രസമായി. രസമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചേർത്ത് വയ്ക്കുന്നതാണ് രസം. ഇത് ചൊറകൾ തിളച്ചുകൊണ്ടേയിരിക്കുന്നു. രസവും കൂടെ തിളയ്ക്കണം. കയ്യിൽ നിന്ന് വിട്ടുപോയി. ചൂടൊക്കെ പറ്റുന്നില്ല. ചൂടെല്ലാം ഉള്ളതാ എല്ലായിടും. കയ്യൊക്കെ ജോലി ചെയ്തിട്ട് അടിപൊളി രസം. ഇന്ദുപ്പാണ് ഇടുന്നത്. ഇന്ദുപ്പ് കണ്ട, ഇന്ദുപ്പാണ് ഇടുന്നത്, കറിക്കൊക്കെ ചേർക്കുന്നത്. ഇന്ദുപ്പ് ചേർത്ത് കറി തിളക്കട്ടെ. നമുക്ക് രസം തിളക്കട്ടെ. ഇളക്കാൻ പാടില്ല, ഉടഞ്ഞു പോവും. വെച്ച് നോക്കാം. നല്ല സൂപ്പറായിട്ടുണ്ട്. ഇളക്കി കഴിഞ്ഞ് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ തിളപ്പിക്കരുത്, കൊളസ്ട്രോൾ ഉണ്ടാകും. അത് ഓഫാക്കിയതിന് ശേഷം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി നമുക്ക് ഇറക്കി വെക്കാം. രസവും തിളച്ച് നല്ല സൂപ്പർ രസമാണ്. നല്ല സൂപ്പർ രസമാണ്. രസമെന്ന് പറഞ്ഞാൽ പോരാ, കൂട്ടി നോക്കിയാലേ അറിയാം. രസം എല്ലാവരും രസിച്ച് നോക്കിയാൽ ആ രസത്തിൻ്റെ ഇതറിയാൻ പറ്റും. എല്ലാം വെന്ത് കഴിഞ്ഞ് വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ജീരകം, വേപ്പില, കസ്തൂരി മെത്തി എല്ലാം തിളച്ചായി കഴിഞ്ഞു. മഞ്ഞൾപ്പൊടി, മസാലകളെല്ലാം നമ്മളുടെ മെഴുക്ക് പുരട്ടി തോരൻ ഇത് എല്ലാം റെഡിയായി. ഇനി ഒരു ഇഞ്ചിക്കറി കൂടെ വെക്കാം.